അപ്പോൾ ഇപ്പോൾ സമയം 5:20 കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രാൻസിലേക്ക് പോവുകയാണ്, പാരീസിലേക്കാണ്. പാരീസ് ഓർലി എയർപോർട്ടിലേക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണെന്നറിയില്ല, നമുക്ക് നേരത്തെ ഓൺലൈൻ ത്രൂ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്നു. അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ വന്നു. അപ്പോൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്തിട്ട് കാണാം. നമ്മൾ തൊണ്ടയിൽ കിച്ചുണ്ട്, കോൾഡുണ്ട്. അതുകൊണ്ട് കപ്പ് സിറപ്പ് വാങ്ങിക്കാൻ വേണ്ടി ബൂട്ട്സിൽ കയറിയതാട്ടോ. കപ്പ് സിറപ്പ് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിറപ്പ് തപ്പുകയാണ്. അപ്പോൾ സിറപ്പും ഒരു ഫോണിൻ്റെ ടാബൊക്കെ മേടിക്കണമെന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ രാവിലെ കുറച്ചുകൂടി തണുപ്പത്തായപ്പോൾ ഒത്തിരി എൻ്റെ സൗണ്ട് പോയ പോലെ, അതുകൊണ്ട് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ കപ്പ് സിറപ്പൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ബൂട്ട്സിൽ നിന്ന് കപ്പ് സിറപ്പും ഫ്രൂട്ട് ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മളൊരു ചെറിയ ഒരു കോളയും 2 എന്താ പറയുക, അതിന് പാസ്ട്രി അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. കാരണം ഇനി നമ്മൾ അവിടെ ചെന്നിട്ടല്ലേ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, സമയം ശരിക്കും പറഞ്ഞാൽ 7 മണി ആയിട്ടുള്ളൂ. ശരിക്കും ഫുഡിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മൾ വെറുതെ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇവിടെ സമയം UK സമയം 8:50 കേട്ടോ ആയിട്ടുള്ളത്. ഫ്ലൈറ്റ് സമയം 8:50. നമ്മൾ UK സമയം 9:50, അതായത് ഫ്രാൻസ് സമയം 10:50 നമ്മൾ ലാൻഡ് ചെയ്യും കേട്ടോ. 1 മണിക്കൂർ ട്രാവലിങ്ങേ ഉള്ളൂ. ടൈം വ്യത്യാസം ഉള്ളതെന്നാണ് അങ്ങനത്തെ ഒരു ഇത്. പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയൊരു മീനിനെ പോലെയുള്ള ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് ഇത്രയും സീറ്റുകളും ആൾക്കാരും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ വേറെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ടീ കോഫി ആ രീതിക്കുള്ളൊരു ചെറിയ സെറ്റപ്പ് ഫുഡൊക്കെ കിട്ടും കേട്ടോ. Du signal et de faire bien attention lorsque vous ouvrez les compartiments supérieurs. Lorsque le signal de la ceinture s'éteint, vous pouvez alors utiliser les appareils électroniques de plus grande dimension. നമ്മൾ വെല്ലിംഗ് എന്ന് പറഞ്ഞ എയർലൈൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സ്പാനിഷ് എയർ ട്രാവലറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്പാനിഷിലാണോ ഫ്രഞ്ചിലാണോ അവർ അനൗൺസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ പറന്നുയർന്നപ്പോൾ ഭയങ്കര ഫോഗ് പോലെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തിയപ്പോൾ താഴെ നല്ല എന്താ പറയുക, സ്വർഗം പോലെ മേഘങ്ങൾ കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ കൃത്യം 1 മണിക്കൂറിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസ് ഓർലി എയർപോർട്ടിൽ. നമ്മുടെ വന്നതാണ് കിടക്കുന്നതാണ് മഞ്ഞ. ഇതാണ്ടോ നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മളെ അവർ ബസ്സിൽ കയറ്റിയിട്ടാണ് കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവിട്ടത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നിൽക്കുന്നതാണത്. കണ്ടോ നമ്മുടെ ഫ്ലൈറ്റൊക്കെ നമ്മുടെ പുറകിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് നമ്മുടെ എന്താ പറയുക, ഇമിഗ്രേഷൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. ലോഞ്ചിലല്ല, നമുക്ക് എക്സിറ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നാടൻ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മിച്ചറൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പാസ് എടുത്തിട്ട് വേണം, നമുക്ക് മെട്രോയിൽ അല്ലെങ്കിൽ ബസ്സിൽ എല്ലാത്തിനും പോകാൻ പറ്റുന്ന പാസ് കിട്ടും. അപ്പോൾ പാസ് എടുക്കണം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് മിച്ചറൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇമിഗ്രേഷൻ കഴിഞ്ഞ് എൻ്റെ ഒരു ഇതിൽ വന്നിരിക്കുകയാണ് അവിടെ. നമ്മൾ ഈ ഒറ്റ ട്രാവലിങ്ങിൽ ഫ്രാൻസിൽ ലാൻഡ് ചെയ്തു. പിന്നെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മളങ്ങനെ പാരീസിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ലാൻഡ് ചെയ്ത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് എത്തി. നമ്മളങ്ങനെ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ മെട്രോയിൽ കയറിയിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോകട്ടോ. എന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ടൗണിലേക്ക് എവിടേക്കെങ്കിലും പോകണം. ലഗേജൊക്കെ അവിടെ കൊണ്ടുപോയി.
ഓ ബ്രെഡ് കട ഉണ്ടേ, ബ്രെഡ് കട. ആ അത് ഒരെണ്ണം മേടിച്ചോ, എനിക്ക് ഈ വലുത് ഒരെണ്ണം മേടിച്ചാലോ. തിന്ന് വിശപ്പ് മാറണം. മധുരം ഉണ്ടാവില്ല, എനിക്ക് ബ്രെഡ് കൊണ്ട്. How much? 60. €2.50. This one 170. അതെടുക്കട്ടെ. അപ്പോൾ നമ്മളിവിടുന്ന് മുറി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രഞ്ച് ഭാഷ മാത്രമേ അറിയുള്ളൂ നമുക്ക് ആ കടയിലുള്ളവർക്ക്. അപ്പോൾ നമ്മൾ ആംഗ്യവും മുറി ഇംഗ്ലീഷും ഒക്കെ ആയിട്ടാണ് നമ്മളെ സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചത് വാങ്ങുന്നത്. അങ്ങനെ കുറച്ച് ബ്രെഡ് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ കോക്കാണല്ലോ ഇവിടെ എല്ലാവരും, മറ്റേ നമ്മുടെ കൊക്കക്കോള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അങ്ങനെ നമ്മളിനി നമ്മുടെ ആർക്ക് ഡി ട്രയംപ് കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഹോട്ടൽ ആ റെഡ് കളറിൽ ഹോട്ടലിൽ നിന്ന് കാണുന്ന ആ ബിൽഡിങ്ങിലാട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തണുപ്പ് ഒട്ടുമില്ല കേട്ടോ. ഞാൻ കോട്ട് നമ്മൾ ഈ സന്ധ്യ ആകുമ്പോൾ തണുപ്പായാലോ എന്ന് വിചാരിച്ചിട്ട് കോട്ട് കൊണ്ടുപോകണമാണ്. ഒട്ടും തണുപ്പില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ പോണ്ടിച്ചേരിയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് തോന്നണേ. ഇവിടെ വന്നപ്പോൾ ഒരു തണുപ്പ് തോന്നണില്ല. തണുപ്പ് ഉണ്ടാവുമായിരിക്കും, പിന്നെന്തായാലും തണുപ്പില്ല. എനിക്ക് ശരിക്കും നമ്മൾ ചെന്നൈയിൽ പോയ പോലെയാണ് തോന്നുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോൾ ഒരു അഡാപ്റ്റർ വാങ്ങി. നമ്മുടെ കയ്യിൽ UK അഡാപ്റ്റർ ആയിരുന്നു, ഇവിടെ ഫ്രഞ്ച് അഡാപ്റ്റർ വേറെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് UK അഡാപ്റ്റർ ഫ്രഞ്ച് അഡാപ്റ്റർ വാങ്ങിച്ചു. പിന്നെ ചെറിയൊരു ഫുഡ് വാങ്ങിച്ചു. ഞാൻ ബ്രെഡ് കട കാണിച്ചത് അവിടെ നിന്ന് കുറച്ച് ബ്രെഡിൻ്റെ കുറേ വെറൈറ്റീസ്. ഞാൻ ബ്രെഡ് ഫാനായതുകൊണ്ട് അത് കുറച്ച് വാങ്ങിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് ആർക്ക് ഡി ട്രയംപിലേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു യുദ്ധസ്മാരക കമാനമാണ്, ഒരു ആർക്കാണ്. നമ്മൾ ആർച്ച് എന്നൊക്കെ പറയും നാട്ടിൽ, ആർക്ക്. അത് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്കുള്ള വഴി നമ്മളിവിടുന്ന് എന്താ പറയുക 2 ഡേ ആണ് കേട്ടോ നമ്മളിവിടെ പാരീസിലുണ്ടാവുക. അപ്പോൾ 2 ഡേ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 2 ഡേ പാസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് മെട്രോ ബസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലാണ് നമ്മൾ പോണത്. ഞാൻ എൻ്റെ സ്പെക്സ് റൂമിൽ വെച്ച് മറന്നു, അതെടുക്കാൻ വേണ്ടി ആൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹോട്ടലിൻ്റെ താഴെ. അപ്പോൾ കണ്ടോ നമ്മുടെ ചെന്നൈ പോലെ, ശരിക്കും ചെന്നൈ പോലെയുണ്ട്. ഇവിടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ തന്നെ ചോളം ഇങ്ങനെ മുളകൊക്കെ തേച്ച് ഇങ്ങനെ കത്തിച്ചിട്ട് എന്താ പറയുക ഗ്രില്ല് ചെയ്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ റോട്ടിൽ വെച്ചിരിക്കുകയാണ്. UK യിലൊന്നും അങ്ങനെ റോട്ടിലൊരു സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ല. അത് ശരിക്കും നമ്മുടെ തമിഴ്നാടൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ്. ആൾ ഷൂ ഒക്കെ മാറ്റി ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരണുണ്ടോ അല്ലേ? ശരിക്കും ചെന്നൈ പോലെയല്ല തോന്നണേ, യൂറോപ്പാന്നേ തോന്നണില്ല. പിന്നെ എല്ലാ കടയിലും തമിഴന്മാരുണ്ട്, നല്ല പൊളി. ശരിക്കും അങ്ങനെ തോന്നണേ. ആ ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നത്, പോണ്ടിച്ചേരി അല്ലെങ്കിൽ ചെന്നൈ എന്നുള്ളൊരു ഫീലിങ് അല്ലേ? അയ്യോ, കാലാവസ്ഥയും അങ്ങനെ തന്നെ, തണുപ്പില്ല, വലിയ തണുപ്പില്ല. അറിഞ്ഞൂടാട്ടോ ഇവിടെ. വണ്ടി നവംബറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ സീസണാണ്. ആണോ? റൈറ്റിലല്ലേ? അതെവിടെയാ? അത് കുടിക്കാൻ പറ്റുമായിരിക്കോ? റൂമിൽ വെള്ളം ഉണ്ടല്ലേ, അപ്പൊ കുഴപ്പമില്ല, മതി. നമുക്ക് കെറ്റിൽ തിളപ്പിച്ചാ പോരെ? നോ വറീസ്, കം ഓൺ. ഞാനത് ഓർത്തില്ല. ശരിയാട്ടാ, ഈ വേണമെങ്കിൽ വാങ്ങാം. ഞാൻ കാണിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ചെന്നൈയിലെ പോലെ. അതെ, നമ്മുടെ ആൾക്കാർ വിൽക്കാൻ വെച്ചിരിക്കണുണ്ട് ചോളം.
കണ്ടോ ഇനി ഇപ്പോൾ ഈ കാണുന്ന ഇതിലെ ആൾക്കാർ കയറി വരുന്നതുണ്ടോ, ഇതിൽ നമ്മൾ അടിയിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് മെട്രോ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാൾ കയറി തന്നെ കണ്ടോ. അപ്പോൾ നമ്മൾ അതിലെ ഉള്ളിലേക്ക് ഇറങ്ങി താഴത്തേക്ക് പോവാണ്. എന്നിട്ട് നമ്മളും മെട്രോയിൽ കയറി പോവാം കേട്ടോ. മെട്രോ ചെന്നിറങ്ങുന്ന അവിടെ തന്നെയാണ് നമ്മുടെ ഈ ആർക്കിഡി ട്രയംബ് ഉള്ളത്. എല്ലാ സ്ഥലത്തേക്കും ഇവിടെ മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മെട്രോയിൽ കയറി പോവാണ്. കണ്ടോ മെട്രോ പോകണം കേട്ടോ. ഇങ്ങനെ അത് 4 മിനിറ്റ്സിൽ എവറി 4 മിനിറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് പോകേണ്ട ദിശ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. അതിൻ്റെ നമ്പറുകളുണ്ട്, ആ നമ്പർ നോക്കി ഇറങ്ങിയാൽ മതിയോ. അപ്പോൾ നമ്മളങ്ങനെ ആർക്ക് ഡി ട്രയംബിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരണ വഴിയാണ്. ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നമുക്ക് ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാം. അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ നമ്മളിതിൻ്റെ അടിയിൽ കൂടെ പോകണം. ഇതൊരു മോനുമെൻ്റൽ ആർക്കാണ്. എന്തൊരു വലുപ്പമല്ലേ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു സംഭവം, ഫോട്ടോയിൽ കാണുമ്പോൾ ചെറിയൊരു സംഭവമാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് നോക്കാട്ടത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആളുകൾ നിൽക്കണുണ്ടോ. ആ നിൽക്കുന്നതൊക്കെ ആളുകളാണ്. നെപ്പോളിയൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതെ നെപ്പോളിയൻ ഉണ്ടാക്കിയതാണ് ഞാൻ നോക്കിയായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ഐഫിൽ ടവറിൻ്റെ ടവർ. പോലീസ് ഇങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോൾ നമുക്കിതൊരു ചെറിയ സംഭവമായി തോന്നും കേട്ടോ. നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് ഇതിന് ഇത്രയും വലുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ, പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ഭയങ്കര സംഭവമാണ്. പിന്നെ അവരെ സംബന്ധിച്ച് അതൊരു മോന്യുമെൻ്റാണ്, അവരുടെ ഒരു യുദ്ധവിജയത്തിൻ്റെ സ്മാരകം കൂടിയാണ്. അപ്പോൾ അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതേ എല്ലാ ദിവസവും ഉള്ളതാണെന്ന് അറിയില്ല. അവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഔപചാരികമായിട്ട് അവിടെ ഇങ്ങനെ തിരിയൊക്കെ തെളിയിച്ചിട്ടൊരു പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ അവർ ഇത് വെച്ച് ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടാണ് അവരതിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ മുകളിൽ പോയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ അവരെ താഴെ ചെയ്യുന്നതിന് ചെറിയൊരു വ്യൂ കാണാമായിരുന്നു കേട്ടോ. അവരവിടെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കില്ലേ, അതെന്താ അതിൻ്റേതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആളുകൾ അവിടെ നിന്ന് പല തരത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പുറകിൽ ഒരാൾ ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഫോട്ടോ പല പോസിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കുറേ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമുക്കിങ്ങനെ കാണാൻ പറ്റിയത് ദൈവം തന്നൊരു അനുഗ്രഹം. അപ്പം നമുക്കൊരു സന്തോഷമല്ലേ, ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാൻ. അത് പിന്നീട് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെമ്മറീസ് സൂക്ഷിച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ഇൻട്രസ്റ്റിലാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി, കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാര്യങ്ങൾ ഉണ്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല പൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമല്ലേ. നീലാകാശം. നമ്മുടെ ഈഫിൽ ടവറിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോവാം കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കയറാൻ അഫോർഡബിൾ ആണെങ്കിൽ ഞാൻ മുകളിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇവിടം വരെ വന്നിട്ട് റോഡ് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ. എനിക്ക് യാത്ര പോകാൻ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോ എടുക്കാനും. അതുകൊണ്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇപ്പോൾ സമയം എത്രയായി?
5:30 ആയിട്ടുള്ളൂ. പക്ഷെ പുറത്ത് ഇരുട്ടായി. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുകളിൽ കയറാൻ. ഓ നീലാകാശം നോക്ക്. എന്തിന്? ഒരാൾക്ക് ഹൈറ്റ് കയറാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ടും കയറാൻ പോവാണ്. ഇതൊക്കെ അന്ന് കാലത്ത് ഇങ്ങനെയൊക്കെ പണിത് വെച്ചല്ലോ അല്ലേ? സംഭവിക്കണം. ഇത് പട്ടാളക്കാർ നിൽക്കണ നോക്ക് അല്ലേ? അവിടെ ഇവിടെ നിൽക്കണ നോക്ക് അല്ലേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ എപ്പോഴും? ഇതായിരിക്കും. നമ്മുടെ ബൈബിൾ ടവർ പോലെ ചുറ്റി 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 കയറി പോകാം. എക്സസൈസ്, നല്ലൊരു എക്സസൈസാണ്. അങ്ങനെ ആണ് മുകളിലേക്ക്. അയ്യോ നോക്ക്, പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. അടുത്ത് ഞാൻ കതച്ച് ചില സ്ഥലത്തൊക്കെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് അക്സസബിൾ അല്ല. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ മുട്ട് വേദന എടുക്കുകയാണ്. അങ്ങനെ മുകളിൽ വന്നപ്പോൾ നമുക്ക് കാണാമല്ലോ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാണ് റെസ്റ്റ് എടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുക കേട്ടോ. അതിൽ നമുക്ക് താഴെ ഈ ഐഫൽ ടവറിൻ്റെ ഇത്രയും താഴെ താഴത്ത് ഞാൻ പട്ടാളക്കാർ നിൽക്കണമെന്ന് പറഞ്ഞില്ലേ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാം. ഇത്രയും അടി താഴെയാണ് അവർ ചെയ്യണത്. ചെറുതായിട്ട് അവർ മൂവ് ചെയ്യണ കാണാൻ കണ്ട. എവിടെ? അതെന്തോ അന്നത്തെ നോട്ടും കോയിനും എന്തൊക്കെയോ താഴത്ത് ചെയ്തിരിക്കണം. അതൊക്കെ താഴ്വാതാണ് കാണുന്നത്. എന്തോരം ഉയരത്തിലാണ് നമ്മളത് ഗ്ലാസ്സിൽ കൂടെ കാണുന്നതെന്നറിയോ? ഓ, അന്നത്തെ കാലത്തെ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അവിടെ ഒരു ഭയങ്കര ആർക്കിടെക്ചറാണ്. ഇതൊക്കെ ശരിയാണ് സമ്മതിക്കണം. ഇവിടെ പ്രിൻസസ് ഗേറ്റ് കേട്ടോ, ടൊറോണ്ടോ, അതാണിത്. ഇനിയും പൊക്കത്തിലേക്ക് കയറി പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഫുള്ള് ഇലകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇത് ഒറിജിനലാണോ സ്റ്റഫ് ചെയ്തേക്കണേ? എന്തൊക്കെയോ ഫ്രഞ്ചിൽ എഴുതിയിട്ടുണ്ട്. ഇതായിരിക്കാം ചിലപ്പോൾ നെപ്പോളിയൻ രാജകീയ ചിഹ്നം ഉണ്ട്. ഇവിടെ നമുക്ക് മോണുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പഴയത് മേടിക്കാൻ ഒരു ഷോപ്പുണ്ട്. ഷോപ്പാണോ? ഈ ഇല കൊണ്ടുള്ള അത് ഒറിജിനൽ ഇലയാന്ന് തോന്നുന്നു കേട്ടോ. അത് ഡ്രൈ ചെയ്ത് ഒട്ടിച്ചേക്കണതായിരിക്കണം. നല്ല ഭംഗിയുണ്ട്.
ഇത് കല, അത് പല സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിഞ്ചൂസ് ഇംഗ്ലീഷാണോ? കൊള്ളയടിച്ചതിൻ്റെ ആഘോഷം. They coverage as they approach the Alo France surrounded by abundance of victory and praise the trophy. Come on, ട്രോഫിയൊക്കെ വയ്ക്കാൻ വേണ്ടി പോണതാണ്. നമുക്ക് ടെറസ് കണ്ടിട്ട് വരാം. വാ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും തുഞ്ചത്തേക്ക് കയറിയേക്കാം കേട്ടോ. ശരിക്കും നല്ല വട്ട് പരിപാടിയാണ്. ബൈബിൾ ടവറിലാണ് ഞാനിങ്ങനെ ഉയരത്തിൽ കയറിയിട്ടുള്ളത്. പിന്നെ തൃശ്ശൂർ ബൈബിൾ ടവറിൽ, പിന്നെ ഉള്ളത് ഷൈനേക്കാൾ ഉയരേണ്ടത്. പിന്നെ നമ്മൾ പീച്ചിയുടെ പകുതികളിലൊക്കെയാണ് കയറിയിട്ടുള്ളത്. മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആർക്ക് ദി ട്രയംബയുടെ ഏറ്റവും ഊപ്പർ ജായക. ഓ, ഇവിടെ നിന്നുണ്ടാവും. ഇതല്ലോ, ഇവിടെ വന്നിട്ടൊരു വാക്ക് പഠിച്ചതാണ്. സോർട്ടി എന്ന് വെച്ചാൽ എക്സിറ്റ്. ഇതൊന്ന് പിടിച്ചേട്ടാ, ഞാൻ ഈ ബാഗൊന്ന് ഇൻട്രസ്റ്റ് ഇപ്പം ഇൻട്രസ്റ്റ് വന്നു ചേട്ടായി. എനിക്ക് ഇൻട്രസ്റ്റ് ആയില്ലെങ്കിലും റോഡ് ഇത് എടുക്കണം. ടിക്കറ്റ് വേണ്ടല്ലോ, ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് വയ്ക്കണം. ടിക്കറ്റിൽ അവരങ്ങനെ അടിച്ചില്ലേ, നമുക്ക് താഴെ ഫോൺ ഫോൺ വാ. ഇതെന്താടാ ആ ചുമന്ന കളറൊക്കെയാണ്? വണ്ടികളാണോ? ആ ചുമപ്പ് പശയൊക്കെ കാണുന്നത് എന്താ? വെള്ളം ഇങ്ങോട്ട് കാണുന്നത്, ഫ്രണ്ടിൽ വെള്ളം ലൈറ്റാല്ലേ? അയ്യോ, ക്യാമറയിലത് ക്യാമറയിലത് തിരിച്ച് കാണില്ല. ഈഫിൽ ടവറിൻ്റെ തലഭാഗം എന്താ? ആക്ഷൻ. തമിഴ്നാട് തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. സൈക്കിളിൽ
നമ്മൾ ഈ മോന്യുമെൻറ്റിൻ്റെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഐഫിൽ ടവർ കണ്ടല്ലോ, ഐഫിൽ ടവറിൻ്റെ അവിടേക്ക് പോവുകയാണ്. വീണ്ടും ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് മെട്രോ കയറി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ്സ് പോക്കുണ്ട് കേട്ടോ. നമുക്ക് കാണാം, പക്ഷേ കെട്ടിടങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ അങ്ങ് എത്തണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഐഫിൽ ടവറിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഐഫിൽ ടവർ. ഉറക്കെ പറയും. One of the 7 wonders of the world. Eiffel Tower. ഇങ്ങനെ ചുറ്റി കിടന്ന് കാണാം കേട്ടോ. രാത്രി ലൈറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ ടവർ പോലെയാണ് തോന്നുന്നത് കാണുമ്പോൾ. രാത്രി ലൈറ്റ് ഇടുമ്പോൾ ഭംഗിയുണ്ടാവും. ഈ ഐഫിൽ ടവർ ലേഡി സ്ത്രീലിംഗമാണ്, ഷീ എന്ന് പറയുന്നത്. ഷീ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. നവംബർ 3-ാം തീയതിയാണ്. കോക്കാച്ചി നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏതൊക്കെയാണ് കണ്ടത് നമ്മൾ? ആർക്ക് ദി ട്രയംഫെ, പിന്നെ ഇവിടെയായിരുന്നു നമ്മുടെ ഈഫൽ ടവർ. അതൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാണ്, നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്തതായിരുന്നു. പിന്നെ നമ്മൾ പോവാണ്. കാരണം രാത്രിയായില്ല, ഇനിയിപ്പോൾ കണ്ടു നടക്കാനൊന്നും പറ്റില്ല. ക്ഷീണമുണ്ട്, ഇന്നലെ ട്രാവൽ ചെയ്ത് വന്നതിന് ക്ഷീണമുണ്ട്, ഉറക്കം വരണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ പോവാണ്. പോയിട്ട് ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് നമ്മുടെ ഹോട്ടൽ റൂമും കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, മെട്രോയ്ക്കാണ് കേട്ടോ പോകാൻ പോണേ. 2 മെട്രോ ഇറങ്ങി മാറി കയറണം, ജസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ പോവാൻ റെഡിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ താമസിച്ച ഹോട്ടലിൽ റൂം കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഇവിടെ നമ്മൾ 60 യൂറോയ്ക്കാണ് ഈ ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്താ കാർഡിന് പറയുക, നമ്മളെടുത്ത കാർഡ് നാവിഗോ കാർഡ് എടുത്ത് 2 ഡേയ്സ് പാസ് എടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മെട്രോയിലും ബസ്സിലൊക്കെ സഞ്ചരിക്കാം. ഞങ്ങൾ മെട്രോയാണ് കൂടുതൽ യൂസ് ചെയ്തത്. വെറുതെ കയറുക പോവുക അങ്ങനെ വെറുതെ അങ്ങനെ നടക്കുമായിരുന്നു. മെട്രോ നന്നായി മുതലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല, നന്നായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂം കാണിച്ചു തരാം. ഒരു ചെറിയ റൂമാണ് ഇത്. 60 യൂറോയ്ക്ക് എടുത്ത റൂമായതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ആകെ ചെളുക്കി പിളിക്കി ആക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്, കുറച്ച് സ്റ്റൈല ലൈറ്റുകളൊക്കെ ഉണ്ട്. കുട്ടി റെഡിമണിയായിട്ട് നിൽക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ വലിയ ചൂടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വലിയ ഡ്രസ്സിങ്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ എല്ലാം പാക്കഡായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനലാണ്. അതായത് ഇത് 2 പാളി ജനലാണ് കേട്ടോ. ഇങ്ങനെ 2 പാളി ജനൽ. എന്നിട്ട് ആ ജനൽ തുറക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്കിവിടെ ബാൽക്കണി പോലെ ഇവിടെ നിൽക്കാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ടോ, നമ്മുടെ നാട്ടിലും ഇങ്ങനെ വീട് പണിയാൻ സൂപ്പറായിരിക്കും അല്ലേ. ഇത് തമിഴ്നാട്ടിൽ നമ്മൾ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ കാണാറ്. ഇപ്പോൾ കണ്ടോ, എല്ലാ വീടിൻ്റെ ഇങ്ങനെ അവിടെ ആ ജനൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ബാൽക്കണി പോലെ നിൽക്കാൻ പറ്റും. നമുക്ക് വേറെ പകൽ സമയത്തോ ഒക്കെ രാത്രിയായാലും ധൈര്യമുള്ളതൊക്കെ ആണെങ്കിൽ തുറന്നിട്ടൊക്കെ കിടക്കുമ്പോൾ ഇത് നിങ്ങൾ കാണും. ഇത് ഫ്രാൻസാണ് കാണുന്നത്. പക്ഷേ ആ കാണുന്നത് ബംഗ്ലാദേശി ലെറ്ററാണോ ഹിന്ദിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദി പോലെ ഇരിക്കുന്നത്. ഞാൻ ഹിന്ദിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഹിന്ദി അല്ല എന്ന് പറഞ്ഞു. വേണ്ട, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ സ്ട്രീറ്റാണ്. നമുക്ക് ചിലപ്പോൾ ചെന്നൈയിൽ പോയ ഫീൽ, അത് തന്നെ ഒരു ചെന്നൈയിൽ പോയ ഫീലാണ് കിട്ടുകയെന്ന് ഇന്നലെ പറഞ്ഞതേ. അപ്പം ഇതേപോലത്തെയാണ് നമ്മുടെ ഇത് നോക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ബാൽക്കണി. എനിക്ക് ഈ ബാൽക്കണി സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൂമൊക്കെ ഭയങ്കര ചെറുതൊക്കെ കേട്ടോ. നമുക്കിപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ അത്രയൊക്കെ മതിയാവുമല്ലോ. പക്ഷേ ഈ ബാൽക്കണി നല്ല പൊളിയല്ലേ.
പിന്നെ നമ്മൾ ഉപയോഗിച്ച ടർക്കികളൊക്കെ നമ്മളിവിടെ മടക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, കബോർഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ യൂസേജ് ഇല്ലല്ലോ. പിന്നെ നമുക്കിവിടെ ഡ്രസ്സൊക്കെ ഇടാൻ ഒക്കെ. പിന്നെ നമുക്ക് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ അവിടേക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു കോർണർ പോലെയാണ്. ഇങ്ങനെ ഒരു സിങ്ക് ഉണ്ട്, ഒരു കണ്ണാടി. ഇവിടെ നമുക്കൊരു ജനൽ ഓപ്പൺ ചെയ്യാൻ പുറത്തേക്ക്. ഞങ്ങൾ രാത്രി അതൊക്കെ തുറന്നിട്ട് കിടന്നു. ടോയ്ലറ്റ്. പിന്നെ എനിക്കിതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ റൂമാണ്. പക്ഷേ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് അടിപൊളി ഷവർ റൂമാണ്. അത് ചെറുതാണെങ്കിൽ അവരത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂപ്പറായിട്ട് കുളിക്കാൻ പറ്റും. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും നന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് നാട്ടിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തം കിടന്ന് വെള്ളം ആവാതിരിക്കും. നാട്ടിൽ പക്ഷെ നമുക്ക് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഇല്ല. പക്ഷേ എനിക്കിത് ഭയങ്കര നീറ്റായി. അതായത് വളരെ ചെറുതാണ്, പക്ഷേ എല്ലാ സംവിധാനത്തോടും കൂടി. ചെറിയ വീടുകളൊക്കെ പണിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല. വാഷ് ബേസിൻ ഭയങ്കര ചെറുതാണ്, ഭയങ്കര ചെറിയ വാഷ് ബേസിനാണ്. അതിന്റെ മുകളിൽ അത് വെച്ചതുകൊണ്ട് സ്റ്റാൻഡ് വെച്ചതുകൊണ്ട് നമുക്ക് മുഖം കഴുകാനോ. അത് ഇവിടെ പല സ്ഥലത്തും അങ്ങനെയാട്ടോ. ഇങ്ങനെ നമുക്ക് മുഖം കഴുകാൻ പറ്റാത്ത പോലെ ആയിരിക്കും. ഇത് പിന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകാത്ത ടീമുകളായതുകൊണ്ട് പിന്നെ നമുക്ക് ചെടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ മേശയും 2 ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. ടാക്സും കൂടി വരും. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ 60 കാണിച്ചത്, പക്ഷേ ടാക്സ് 5 യൂറോ ടാക്സ് അഡീഷണൽ കൊടുക്കണം. അപ്പോൾ 65 യൂറോ ആണ് നമുക്ക് ഈ റൂമിനായത്. 1 ഡേ ആണ്. ഇന്നലെ 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്താൽ ഇന്ന് 12 മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് റൂം കിട്ടിയത്. ഇവിടുന്ന് ഇത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ്, മെട്രോ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുക, മെട്രോയിൽ കയറുക, നമുക്ക് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്നാൽ മെട്രോയിൽ വന്ന് നടക്കേണ്ട ആവശ്യം വരണില്ല. യൂട്യൂബിലും പിന്നെ നമ്മുടെ AI-നോടും ഒക്കെ ചോദിച്ചിട്ടാണ്, ChatGPT-യിലും കേട്ടോ. നമുക്ക് AI-യിൽ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം, എന്തെടുക്കണം, എത്ര രൂപയാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ അതിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ അതേപോലെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഹോട്ടലൊക്കെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ മാത്രം പൈസ കൊടുത്താൽ മതി. നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ എന്തായാലും പറയാ ഫ്രീ ക്യാൻസലേഷനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് booking.com ചെയ്തതാണ് റൂമൊക്കെ. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ എൻട്രി ആവണ ദിവസത്തിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് ക്യാൻസൽ ആക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ക്യാൻസലേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ പേയ്മെൻറ്റ് ആവും തനിയെ. ക്യാൻസലേഷൻ നമ്മൾ ചെയ്യണം. ആ പറയുന്ന ഡേറ്റിന് മുമ്പ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യണം. ബാങ്ക് കാർഡുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മുടെ ബാങ്ക് കാർഡ് ID ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പം നമ്മൾ ക്യാൻസൽ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ആവും തന്നെ. അപ്പം അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ക്യാൻസലേഷൻ ഡേറ്റിന് മുമ്പായിട്ട് ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പം അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയതാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അധികം ഇങ്ങനെ ടൂറൊന്നും പോകാത്ത ആൾക്കാരാണ്. നമ്മളിങ്ങനെ ദൂരദേശത്തേക്ക്, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെന്നൈയിൽ, കോയമ്പത്തൂർ, പോണ്ടിച്ചേരി അവിടെയൊക്കെ കറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എന്നാലും നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനങ്ങൾ യൂസ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടൊക്കെയാണല്ലോ പോവുക. പക്ഷെ ഇവിടെ കുറച്ചും കൂടിയും അതൊക്കെ ഭയങ്കര നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ സംഭവം ഓയോയിൽ ബുക്ക് ചെയ്ത് പോയിട്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 500 റൂമിന് 1500 പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ പെട്ടുപോകും. അത്രയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഏകദേശമൊക്കെ അതിനോട് ചേർന്നായിരിക്കും. പിന്നെ ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ പാരീസിൽ ഒട്ടും തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാണ്. ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ജർമ്മനിക്ക് പോകും. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു വിഷ്വലും കൂടി കാണിക്കാം. ഇന്നലെ വന്നിട്ട് ഞാൻ ഇത് റൂമൊക്കെ കാണിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കുന്നത് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ കുളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് എഴുന്നേറ്റിട്ട് റൂം കാണിക്കുന്നത് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് ഒന്നും കൂടെ കറങ്ങിയിട്ട് ജർമ്മനിക്ക് പോകും. ഫ്ലിക്സ് ബസ്സിനാണ് ജർമ്മനിക്ക് പോകുന്നത്. അപ്പോൾ ഇനി എന്തായാലും പുറത്തിറങ്ങിയിട്ട് കാണാം. സ്ഥലത്തുനിന്ന് പോവാം കേട്ടോ. അവിടെ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒരു ആശ്വാസമായി. കാരണം ഇന്നലത്തെ ക്ഷീണം നന്നായി മാറി. ഉച്ച വരെ ഉറങ്ങി. മുഖമൊക്കെ തെളിഞ്ഞില്ല. ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണവും കുറച്ച് കിച്ച് തൊണ്ടയ്ക്ക് കുറച്ച് കിച്ച് അതിനുള്ള മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതേ പറക്കണം എല്ലാവരും.
മെട്രോ ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഇവിടെ അതെ നമ്മൾ മെട്രോയിലേക്ക് ഇറങ്ങാം. നേരെ നമ്മുടെ റൂമിൽ നിന്ന് വന്നാൽ മെട്രോയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ കാണായിരിക്കും. ആ ഓറഞ്ച് കളറ് ആൾ നിൽക്കണുണ്ടോ, അത് താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ്. അവിടേക്ക് ഇറങ്ങിയാൽ അണ്ടർഗ്രൗണ്ടിൽ പോയാൽ മെട്രോ ആണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ പകലുള്ള ഐഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഐഫിൽ ടവറിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഐഫിൽ ടവറിൻ്റെ പരിസരങ്ങൾ പകലൊന്ന് കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. രാത്രി വന്നപ്പോൾ ഫുൾ ലൈറ്റ് അല്ലേ. പകൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ടവർ പോലെയാണ് തോന്നുക. അതുകൊണ്ടാണ് ടവർ എന്ന് പറയുന്നത്. വെറുതെ ഒരു ടവർ എന്ന് തോന്നും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് സർവീസുണ്ട്. നമുക്ക് മുകളിലേക്കൊക്കെ പോയി കാണാൻ പറ്റും. മുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ മോണുമെൻറ്റ്സ് കിട്ടുന്ന കട പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ നമുക്ക് നടന്ന് താഴത്തേക്ക് നോക്കാൻ പറ്റും, ചുറ്റും നടക്കാൻ പറ്റും. ഞാൻ എന്തായാലും മുകളിലേക്ക് പോകുന്നില്ല, ഒത്തിരി കോസ്റ്റ്ലി ആണ്. പിന്നെ അത്ര ഉയരത്തിൽ കയറാൻ അവിടം വരെ നമുക്ക് പോകാം. ആ സെക്കൻഡ് ഇത് കാണുന്ന അവിടം വരെ നമുക്ക് പോകാം കേട്ടോ. നിങ്ങൾ നോക്ക്, ഫുൾ കമ്പി മയം. താഴെ കോൺക്രീറ്റിൻ്റെ കാലാണ് കണ്ടോ. ഒരു കാലം അവിടെ, ഒരു കാലം അവിടെ, ഒരു കാലം അവിടെ. അതാണ് നിൽക്കണം. ഇതാണ് ഇവിടെയൊക്കെ പോലീസും പട്ടാളമൊക്കെ നിറച്ചിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് ഐഫിൽ ടവറിനെ കുറിച്ച് പറയാനുള്ളത്? ഐഫിൽ ടവറിന്റെ ഭീമാകാരമായിട്ടുള്ള ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെയോ? പിന്നെ എങ്ങനെയാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്? അതിന്റെ ബേസ്മെന്റിൽ ഉള്ള കല്ലാണ് തോന്നുന്നത്. നമുക്ക് നടന്നും കയറിപ്പോകാം. ആളുകൾ ഇതിൽ നടന്ന് കയറി പോകുന്നുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ചെക്കും കുറേ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ലഗേജൊക്കെ വെച്ച് പോകാൻ പാടാണ്. ആളുകൾ നടന്ന് കയറി പോകുന്നുണ്ടോ? ലിഫ്റ്റിലും പോകാൻ പറ്റും. ലിഫ്റ്റ് ഇതിലെ സൈഡിൽ കൂടെ പോകുന്നു. ഉണ്ടോ ലിഫ്റ്റ് പോകണുണ്ടോ? ആൾക്കാർ ഇതിലെ നടന്നും കയറി പോകുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ തിരക്ക് കൂടുമ്പോഴായിരിക്കും 4 കാലം ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 കാലിൽ കൂടെയാണ് ഈ 2 കാലിൽ കൂടെയാണ് ആളുകൾ മുകളിലേക്ക് കയറി പോകുന്നത്. നടന്നും പോകുന്നുണ്ട്, ലിഫ്റ്റിലും പോകുന്നുണ്ട്. പക്ഷേ ഈ 2 കാലിൽ വേറെ ഓപ്പറേഷൻസ് ഒന്നും ഇല്ല.
ഏ ഇവിടെ വന്ന് ഇത് കാണുന്നത് കണ്ടാ ലിഫ്റ്റ് പോകണോണ്ടാ എന്നാൽ തന്നെ അതിന് മുകളിൽ പൈസ ഇത് എവിടെ ആൾക്കാർ നിൽക്കണോണ്ടാ. ഇതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. വെറുതെ മുകളിൽ പോയി താഴേക്ക് നോക്കാമെന്ന് മാത്രം. പിന്നെ അതല്ല, ഈ ലഗേജ് നമ്മളെ കുറച്ച് സെക്യൂരിറ്റി ചെക്ക് ഇതെല്ലാം ഒരു പുറത്ത് ഒരു വഴിക്കാവും. അല്ല വല്ല ഇന്നത്തെ പോലെ ഒരു 16 പൗണ്ടിന് 16 അതാ പറഞ്ഞത് എക്സ്പെൻസീവാണ്. പിന്നെ ഇതെല്ലാം കൊണ്ട് നമുക്ക് പോകല് ഭയങ്കര പണിയാണ്. മീൻസ് നമ്മുടെ ഇതെല്ലാം ഊരിപ്പറക്കി ചെക്ക് ചെയ്യണം. എനിക്ക് അതന്നെ ഏറ്റവും വലിയ കഷ്ടപ്പാട്. കത്തി സ്പൂൺ തൊട്ട് എല്ലാം പിടിക്കും. നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും പട്ടാളം അടക്കമാണ് താഴെ നിൽക്കുന്നത്. അതാണ് ആൾക്കാർ ഇവിടെ ഫുൾ പട്ടാളമൊക്കെ വന്ന് നിരന്ന് ഭയങ്കര കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലോറ മ്യൂസിയത്തിൽ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്നറിയില്ല. ഫുള്ള് ഇവിടെ നിരന്നിരിക്കുകയാണ് പട്ടാളക്കാരൊക്കെ. പോലീസുകാരും ഉണ്ട്, പട്ടാളക്കാരും ഉണ്ട്. സ്ഥിതിഗതികൾ മോശമാണ്. അത് നമുക്കറിയില്ല കേട്ടോ, എന്നും ഇങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. അവരിതിലൊക്കെ നിരന്ന് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UK 10 പേരെ ഭീകരാക്രമണം ഉണ്ടായി. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല. അവരിങ്ങനെ വന്ന് ഓരോ സ്ഥലത്തും നമ്മൾ ആ കൊച്ചു കാണിക്കുന്ന നോക്ക്. അത് 2 കൈ കുത്തി കാല് മുകളിലേക്ക് പൊക്കി നിൽക്കുന്നു. ഞാൻ തിരിക്കാൻ വന്നപ്പോഴേക്കും പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മൾ നല്ല വെയിലാട്ടോ, നല്ല വെതർ തന്നെ അനുഗ്രഹിച്ച ദൈവം. ഓ ഭയങ്കര സന്തോഷം. ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും മഴയാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾ കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല. മഴയാണെങ്കിൽ ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ഇത് നല്ല ഭംഗിയുണ്ട്. വെയിലായതുകൊണ്ട് നല്ല ഇലകളൊക്കെ പഴുത്ത് ഓട്ടത്തിൻ്റെ ഭംഗി. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ കിട്ടി. അതാണ് ഏറ്റവും നല്ല ഭംഗിയായത്. നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഓ ഓക്കെ. ടവർ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ടവർ പോലെ ഉണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു സംഭവമാണ്. ഇവരെ സംബന്ധിച്ച് ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ ഐഫിൽ ടവറിനോട് വിട പറയുകയാണ്. അടുത്ത സ്ഥലം നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ നോക്കുന്നു, പോകുന്നു. വായൊന്നുമില്ല. വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് ഇരുന്ന കേട്ടോ. ഒരു ബ്രെഡും ബണ്ണൊക്കെ ഇവരിത് ഇതുണ്ടോ നമ്മുടെ അടുത്തോടെ നടക്കണുണ്ടോ. നോക്ക്, നമ്മൾ എന്തെങ്കിലും തിന്നണുണ്ടോ അവർ ഓടി വരും. ബ്രെഡ് കഴിച്ചു. ആ മറ്റേ കേക്ക് പോലത്തെ തന്നെ. സൂപ്പറായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ്, ഫിഷിൻ്റെ ആപ്പിളല്ല ഒരു പാറ്റയുടെ ടേസ്റ്റ്. ഫിഷിൻ്റെ ജ്യൂസ്. ഫിഷ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പഴയ പാറ്റയുടെ ടേസ്റ്റ്. ടേസ്റ്റാണ്. നോക്ക്, ഒരു ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി നമ്മൾ ഈ ടവറിൻ്റെ അവിടെ വന്നപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്. പുതിയ സംവിധാനങ്ങൾ കണ്ടിട്ട് ഉപയോഗിച്ച് നോക്കുകയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ പബ്ലിക് ടോയ്ലറ്റൊക്കെ അല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് പക്ഷെ സംഭവം പൊളി കേട്ടോ. കാരണം നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാണ്ട് ഇത് ഫുള്ള് ഇങ്ങനെ കുറേ ഏക്കർ കണക്കിന് ഏരിയ പാർക്കാണ്. അവരൊക്കെ ആൾക്കാർ മറ്റേ ടൂർ ബസ്സുകൾ ഉണ്ടോ, ബിഗ് ബസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഈ ബിഗ് ബസ് കിടക്കണുണ്ടോ, ഈ ബസ്സിൽ നമുക്ക് സിറ്റി ടൂർ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും.
നിർത്തുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ കാണാം. അത് തിരിച്ച് വീണ്ടും ബസ്സിൽ കയറണം. പിന്നെ അവരടുത്ത സ്പോട്ടിൽ കൊണ്ടുപോയി നിർത്തും. നമ്മുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല. ഇല്ല അങ്ങനെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറാം. അതിൻ്റെ ടൂർ എടുത്തു കഴിഞ്ഞാൽ ഏത് ബസ്സിലാണോ ആ ബസ് വരുമ്പോൾ അതിൽ കയറി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്ന ബസ്സിൽ തന്നെ കയറണമെന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും അവർ കൊണ്ടുവരും. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇറക്കും. പിന്നെ അവിടെ ഇറങ്ങി അവിടത്തേക്ക് കണ്ടു കഴിയുമ്പോൾ വീണ്ടും അവരുടെ ബസ്സിൽ കയറിയ ആ സ്പോട്ടിൽ നിന്ന് കയറാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ മെട്രോ എടുക്കുമ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകണമല്ലോ. അങ്ങനെ സംഭവം എന്തായാലും കൊള്ളാം. നമ്മുടെ ആളെ പുറത്ത് ഞാൻ എടുത്തു, വീഡിയോ എടുത്തു. ഇങ്ങനൊരു സംവിധാനം നല്ല സൂപ്പറല്ലേ? കണ്ടാ? അത് ഞാൻ വന്നതിന് ശേഷമാണ് ഫ്ലഷ് ആവുള്ളൂ. ഓ, സംഭവം കൊള്ളാല്ലേ? ഓട്ടോമാറ്റിക് ആണല്ലേ? ആരും ഒന്നും ചെയ്യണ്ട. ഇത് കാണിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചു, കൈ കാണിച്ച് കയറി പോകാൻ കാണിച്ചു. നോട്ടർഡാം കത്തീഡ്രൽ കാണാൻ വേണ്ടി മെട്രോയിൽ പോവുകയാണ്. നമുക്കിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നോക്കി നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. സ്റ്റേഷൻ്റെ നെയിം അവിടെ എഴുതിയേക്കണേ. ഇവിടെ ഈ സ്റ്റേഷനുകളിൽ ഇവിടെ ലൈറ്റ് തെളിയില്ല. നമ്മൾ ഇവിടെ റോക്കിലെത്തി. നമ്മൾ ഇവിടെ പുറത്ത് നോക്കി കണ്ടുപിടിക്കണം. ഇതാണ് നോട്ടർഡാം കത്തീഡ്രൽ. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എന്തോരം കാണുന്നുണ്ടെന്നാണ്. ഇത്രയും വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു സാധനമാണ്. സമ്മതിക്കണം, എല്ലാം കണ്ട പള്ളി പോലെയാട്ടോ തോന്നുന്നത്. പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ്. ഫ്രഞ്ച് ചരിത്രം ഉറങ്ങുന്ന ബിൽഡിങ്ങുകളാണ്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അതിന് സൈഡ് വശമാണേ. നമ്മൾ അപ്പുറത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്താൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നോ. ഇവിടുത്തെ ആളുകളെ നിങ്ങൾ കാണണമെന്ന് അറിയില്ല. നോക്ക്, ജനമഹാസമുദ്രമാണ് അവിടെയൊക്കെ. ഇത്ര അധികം ആൾക്കാർ ആ പള്ളിയുടെ ഫ്രണ്ടിലുണ്ട്. വിശ്വാസികളായിരിക്കില്ല. ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ പറ്റുമോ എന്ന് നോക്കണം എല്ലാവരും. പക്ഷേ ഒരു ക്യാമറയിൽ ഇത്രയും ആ ഒരു കാണുന്ന ഭംഗി, ഇങ്ങനത്തെയൊക്കെ ബിൽഡിങ്ങും ആർക്കിടെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര സംഭവമായിരിക്കും ഇത് കാണുന്നത്. ഇത്ര വർഷം പഴക്കമുണ്ട്.
നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണണമെങ്കിൽ ഇതിലുണ്ടോ ലൈനുണ്ടോ, അതിൽ കയറി ഇങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, ലൈൻ നിന്ന് ആ ഡോറിൽ കൂടെ അകത്ത് പോയി ഈ ഡോറിൽ കൂടെ പുറത്ത് വരണം. Du coup, il y a moyen que je dorme chez Vassili, peut-être demain soir ou après. Non, parce qu'en fait, j'ai dormi, mais j'ai dormi. Ah ouais, c'est pas les meilleures conditions. Et je crois que genre, j'ai pas été genre. കാണാൻ വേണ്ടി വരി നിന്ന് പോകണം കേട്ടോ. വരി നിന്ന് കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടുത്തെ പല കിങ്സിൻ്റെയും മാരേജൊക്കെ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. Not allowed? Yes, it's allowed to take with this, but this put because if somebody is injured, too much people. Okay. Only the phone. Thank you. And without flash. Okay. ഞാൻ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കയറിയപ്പോൾ. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞു സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യണ്ട, ഫോണിൽ വീഡിയോ എടുത്തോ, സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാവും. അതാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇവിടെ തിരി കത്തിക്കുന്നുണ്ടോ, ഓരോ വിശുദ്ധരുടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ തിരികൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഗൂഗിൾ പേ ചെയ്യാനുള്ളൊരു ചെറിയ ഇത് കാണുന്നുണ്ട്. ഗൂഗിൾ പേ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് തിരി കത്തിക്കാനുള്ളൊരു ഈർക്കിളി പോലത്തെ ഒരു സംഭവം അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ തിരി കത്തിച്ച് അവിടെ പ്രാർത്ഥിക്കാം. ഗൂഗിൾ പേ ചെയ്താൽ മതി. അവിടെ ഒന്നും ആരും നിൽക്കുന്നില്ല കേട്ടോ. ഇതൊരു കാത്തലിക് കത്തീഡ്രലാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശുദ്ധരുടെയും ഓൾട്ടേഴ്സ് ഉണ്ട്. സബ് സൈഡിൽ ഓരോ വിശുദ്ധരുടെയും ഓൾട്ടേഴ്സാണ്. അബ്രാഹത്തിൻ്റെ, മോശയുടെ, അങ്ങനെയൊക്കെ പേരിലാണ് ഓരോ ഓൾട്ടറുകളുള്ളത്. അങ്ങനെ ഫുൾ രണ്ട് സൈഡും ഫുൾ ഓഫ് ഓൾട്ടേഴ്സാണ് കേട്ടോ, ചെറിയ ചെറിയ ഓൾട്ടേഴ്സ്.
ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ശലമോൻ്റെ അൾത്താര, അതായത് സോളമൻ്റെ അൾത്താര എന്നുള്ള രീതിക്കാണ്. അവിടെ സോളമൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. Qui est statique, d'autres qui tournent. ഇവിടെ ജിപേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ മോനുമെൻറ്റ്സ് കണ്ടോ, നമ്മുടെ സോവനീറാണ്, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫിലൊക്കെ വെക്കാനുള്ളത്. മെയിൻ ഓൾട്ടറിൻ്റെ താഴെ മാത്രം സൈലൻസ് കീപ്പ് ചെയ്യണം, അതിലേക്ക് സെപ്പറേറ്റ് തിരിച്ച് കയറ്റിവിടുക. മാതാവിൻ്റെ പിയത്ത, അതായത് ക്രൂശിൽ നിന്നിറക്കി ഈശോനെ മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന സ്റ്റാച്ചു ആണ് അവിടെ വെച്ചിരിക്കുന്നത്, മാലാഖമാരൊക്കെ നിൽക്കുന്ന പോലെ. അതിൻ്റെ ഉള്ളിൽ സൈലൻസ് ആണ്. അവിടെ ആ ഓൾട്ടറിന് താഴെ ഇരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സൈലൻസ് ആയിട്ട്. ബാക്കി ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്രണ്ടിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കയറ്റി ഒരു സൈഡിൽ നിന്ന് പത്രത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെയിൻ ഓൾട്ടറിൻ്റെ താഴെ മാത്രം അവർ ഗ്രില്ലിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വിടും. നമുക്ക് അവിടെ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടേ ഉള്ളൂ കേട്ടോ. കാരണം ഫ്രണ്ടിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ വരിയിൽ നിന്ന് സെക്യൂരിറ്റി കയറ്റി വരുന്നത്. ഗോൾഡൻ കളറിൽ കാണുന്നത്, ഞാനതെല്ലാം ചോദിച്ചപ്പോൾ എനിക്കൊരു ഫ്രണ്ട്സ് അവർ പറഞ്ഞു തന്നത് ഈശോയുടെ കിരീടത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കിട്ടിയത്, കിരീടത്തിൻ്റെ ചില ഭാഗങ്ങൾ കിട്ടിയത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ഭയങ്കര ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു തിരുവോസ്തി എന്തെങ്കിലും ആയിരിക്കും ചോദിച്ച് ഞാൻ അവരോട്. നമുക്ക് ഇവിടെ കണ്ടോ കുരിശും ആ പിയത്ത എന്ന് പറഞ്ഞ ആ ഒരു മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന ആ ഒരു ഇതും കാണുന്നത് കണ്ടോ. അതിൻ്റെ മുമ്പിൽ ആ ഒരു ചെറിയ ഇതുപോലെ ഇരിക്കുന്ന അവിടെയൊക്കെ നമുക്ക് നടക്കുകയും കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ പുറകിൽ, അതായത് ആ ഒരു എന്താ പറയുക, ഒരു കാസ പോലത്തെ സംഭവം ഇരിക്കുന്നതിൻ്റെ പുറകിൽ ഉള്ള സ്ഥലത്താണ് അവർ സൈലൻ്റായിട്ട്, ബാക്കി എല്ലായിടത്തും സൈലൻറ്റിനാണ്, അവിടെ നമുക്ക് പ്രയറിന് വേണ്ടി ഇരുന്ന് പ്രയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ഇത് എത്രയും വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അത്രയും വർഷത്തിന് മുമ്പുള്ള സെറ്റിങ്സാണ് കേട്ടോ. ഇപ്പോൾ അത് കത്തിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദേവാലയം. അത് ഭയങ്കര പ്രസിദ്ധമായിരുന്നു. ഈ ദേവാലയത്തിന് തീ പിടിക്കുക എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുറേ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മളങ്ങനെ ലോറയും മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു മരത്തിൻ്റെ പാലാണ്, അടിയിൽ നിന്ന് വെള്ളം കാണാം, നോക്ക് നിങ്ങൾ. ഓ, മ്യൂസിയത്തിലേക്ക് ഇത് കടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. നമ്മൾ പോവാണ് അങ്ങോട്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ഉള്ളിലൊന്നും കയറുന്നില്ല. ഇവരെവിടെ നിന്നാണ് അടിച്ചു മാറ്റി കൊണ്ടുവച്ച ഒത്തിരി സംഭവങ്ങളൊക്കെയാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കാണാൻ പോകുന്നില്ല. അതിൻ്റെ പുറത്തെത്തിയ ആ ഒരു ഭംഗി, ഈ നൈറ്റ് ലൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നല്ല വ്യൂ അല്ലേ. ഓ വാ, ലോറ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി. ഇതാണ് മൊണാലിസയുടെ ചിത്രം. ഒറിജിനലായിട്ടുള്ളത് ഇവിടെയാണോ ഉള്ളത് കേട്ടോ. ഫ്രാൻസ് തിരിയ ചേട്ടാ. നമ്മളപ്പോൾ അങ്ങനെ ലോറയും മ്യൂസിയം ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടേ ഉള്ളൂ. ഇന്ന് 6 മണിക്ക് അത് ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ ഉള്ളിൽ കയറാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണണം, അതിൻ്റെ പുറം ലൈറ്റ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 6 മണിക്ക് ഇന്ന് ക്ലോസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ആ ലൈറ്റ് സെറ്റിങ്സ് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി ഫ്ലിക്സ് ബസ്സിന് നമ്മൾ ജർമ്മനിയിലേക്ക് പോവുകയാണ്.
ഇതുണ്ടോ, ഇതിങ്ങനെ ഫുള്ള് ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ബോർഡിൽ എഴുതി കാണിക്കും നമ്മൾ ബുക്ക് ചെയ്തേക്കണ ബസ്സിൻ്റെ നമ്പറും അതേത് ഇങ്ങനെ കൊയ്ന്ന് എഴുതിയേക്കണുണ്ട്, കൊയ്സ്. നമ്മുടെ 10:09 നമ്മുടെ ബസ്സാണത്. മനസ്സിലാണതേ, നമ്മുടെ ബസ്സിൽ നമ്മുടെ ലഗേജ് കയറ്റി. ഇത് ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ, വലിയ ബസ്സാണ് കണ്ടോ. ഈ ബസ്സിനാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിക്ക് പോകുന്നത്. നമ്മുടെ സീറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് കയറാം. അവർ നമ്മുടെ പാസ്പോർട്ട് ചോദിച്ചു, നമ്മൾ കയറാം. ഇനി എനിക്ക് തോന്നുന്നു ബോർഡറിൽ നമുക്ക് ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവർ പാസ്പോർട്ട് ജസ്റ്റ് ചോദിച്ചു, എന്നിട്ട് നമ്മൾ പാസ്പോർട്ട് കാണിച്ചപ്പോൾ നമ്മളോട് കയറിക്കോളാൻ പറഞ്ഞു. നമ്മുടെ ലഗേജ് കയറ്റി നമ്മൾ കയറുകയാണ്. ലഗേജ് കാണിച്ചു കൊടുത്തു. നമ്മുടെ നമ്പർ, സീറ്റ് നമ്പർ നമ്മളവിടെ 23C 23D 23CD. ഓക്കെ, സീറ്റ് കണ്ട ഇങ്ങനെ ടേബിളുള്ള സീറ്റാണ്. നമ്മൾ ലോവർ ബർത്തിൽ ടേബിളുള്ള 2 സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോലെ ടേബിളിൽ സുഖമായിട്ട് ചാരി ഇരിക്കാം. ടേബിളിൽ നമുക്ക് എന്താ പറയുക, ഫുഡ് കഴിക്കുകയോ തല ചായ്ച്ച് വയ്ക്കുകയോ എന്ത് വേണം ചെയ്യാം. അതിലാണ് പല സൈസ് ടേബിളില്ലാതെ ടേബിളായിട്ട് ബുക്ക് ചെയ്യാതെ ഇഷ്ടമുള്ളോട്ടിരിക്കുന്ന പോലെ അങ്ങനെ പല രീതിക്കുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവറുടെ സീറ്റ് ലെഫ്റ്റിലാണ് ഫ്രാൻസിൽ. അവസാന സീറ്റ് മൊത്തം നമ്മൾ നോക്കിപ്പോയി. ഇത് 10 മണിക്കൂർ യാത്രയായിരുന്നു കേട്ടോ. 10 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ജർമ്മൻ ബോർഡറിലെത്തി. അപ്പോൾ നമുക്കിവിടെ പാസ്പോർട്ട് ചെക്കിംഗ് ഉണ്ടായിരുന്നു. പോലീസുകാർ വന്ന് നമ്മുടെ പാസ്പോർട്ട്, വിസ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മളിനി ജർമ്മനിയിൽ ലാൻഡ് ചെയ്തിട്ട് കാണാം കേട്ടോ.